എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മയസ്റ്റാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക്. ആയില്യം നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ 2025 എങ്ങനെയാണ് എന്നുള്ളതാണ്. Have a moment. 5 of Swords, 6 of Cups, 2 of Cups, 8 of Cups, the Devil, ആദ്യം തന്നെ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം ശ്രദ്ധിക്കേണ്ടുന്നത് ചിന്താഗതികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്ക് കടിഞ്ഞാനിടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം തന്നെ ടവർ മൊമെൻ്റ് ആണ്. ഈ ഒരു ടവർ മൊമെൻ്റ് എനർജി സൂചിപ്പിക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നതും കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു അതിൻ്റെ അടിത്തറ വളരെ നല്ലതായിരിക്കാൻ ശ്രദ്ധിക്കുക. പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി ധൃതി പിടിച്ച് മുന്നോട്ടേക്ക് പോകാതിരിക്കുക. അടിത്തറ നല്ലതാണെങ്കിൽ മാത്രമാണ് ആ ഒരു കെട്ടിടത്തിന് കെട്ടുറപ്പുണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അടിത്തറ ഏതൊരു കാര്യത്തിലെയും ആ അടിത്തറ വളരെ അതായത് സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നതിനും അത് അടിസ്ഥാനം ശരിയായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസ കാര്യമായാലും ജോലിയിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും. അപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ളൊരു കാര്യം വിവാഹ ജീവിതത്തെക്കുറിച്ചിട്ടാണ്. അടിത്തറ എന്ന് പറയുമ്പോൾ ആ വിവാഹ ജീവിതത്തിൻ്റെ ആ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ വിശ്വാസമാണ്. അപ്പോൾ സ്നേഹം പ്രണയമൊക്കെ ആളുകൾ പറയുന്നുണ്ടാവും. സ്നേഹത്തെയും പ്രണയത്തെക്കാൾ കൂടുതൽ വിശ്വാസമില്ലാത്ത ഒരു പ്രണയം കൊണ്ടിട്ട് നമുക്കൊരു കാര്യമില്ല. വിശ്വാസം അതാണ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ളൊരു വിശ്വസ്തത, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു വിശ്വസ്തത. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 2 of Cups എനർജി കണക്ഷൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ദെൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇമോഷണലി നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പല ബ്ലോക്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ മാറ്റിയെടുക്കുന്ന ഒരു സമയമാണ്. ഇമോഷണലി നിങ്ങളെ സംബന്ധിച്ച് ചില ആളുകൾ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ രണ്ടുപേരുടെ ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അത് സ്ലോലി അതിൽ സമയമെടുക്കുക. ആദ്യം വിശ്വാസം നേടിയെടുക്കുക അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. ഒറ്റയടിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ലൈഫിൽ ചിലപ്പോൾ എന്തെങ്കിലും ട്രോമ ഉണ്ടായിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. അവരെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. ചില ആളുകളും മറ്റേ ആളെ മനസ്സിലാക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. കാരണം ഇവിടുത്തെ ഒരു എനർജി 5 of Swords എനർജി കണക്ഷൻസ് ആണ്. ഒത്തിരി സ്ട്രെസ്സ് കാര്യങ്ങൾ എന്തൊക്കെയോ സ്ട്രെസ്സ് നിങ്ങൾ അനുഭവിക്കുന്നു. ഇവിടെ ഒരു നമ്മളെന്താ പറയുക, ഇതിന് തലയണ മന്ത്രം എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുണ്ടല്ലോ. അത് മറ്റ് 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഇടയിൽ മൂന്നാമതൊരാൾ വന്നിട്ട് എപ്പോഴും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞ് അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു എനർജി. അതിപ്പോൾ നമ്മൾ പൊതുവേ ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ ഇൻലോസിനെ കൂട്ടിച്ചേർത്ത് പറയാറുണ്ട്. ഇവിടെ ഒരു സൗഹൃദത്തിലും അങ്ങനെയാവാം. കാരണം നിങ്ങളും നിങ്ങളുടെ ഒരു സുഹൃത്തും വളരെ അടുപ്പമാണ്, സൗഹൃദമാണ്. അപ്പോൾ അടുത്തിടയ്ക്കായിട്ട് ഒരു പുതിയ വ്യക്തിയെ പരിചയപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു സൗഹൃദം, ആ വ്യക്തിയുമായിട്ടുള്ള സംസാരം, ആ വ്യക്തി എപ്പോഴും നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ സുഹൃത്തിനെ കുറിച്ച് പറയും. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു, പിന്നെ കേട്ട് അത് സത്യം. നമ്മൾ ഒരു നുണ 100 വട്ടം പറയുമ്പോൾ സത്യമായി മാറുമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സ് വളരെ ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, മറ്റൊരു തരത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയും. കാരണം ഒരാൾ പറയുന്ന നുണയാണെങ്കിൽ നമ്മളത് സ്ഥിരം കേട്ട് ഒരു 100 പ്രാവശ്യം അത് കേട്ട് കഴിയുമ്പോൾ അത് സത്യമായിട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. പൊതുവെ വീക്കാണ് ഭൂരിഭാഗം വരുന്ന ആളുകൾ, ഒരു 99% ആളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞ് കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒറ്റയടിക്ക് അത് അവോയ്ഡ് ചെയ്യുക.
പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാതിരിക്കുക. സ്ട്രോങ് ആയിട്ട് പറയാനുള്ള കെൽപ്പ് നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് അവരത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത്. അത് സ്ട്രോങ് ആയിട്ട് ഒറ്റ തവണ പറഞ്ഞാൽ പിന്നെ അവരത് കണ്ടിന്യൂ ചെയ്യാതെ, അല്ലെങ്കിൽ ഇനി അങ്ങനെ സംസാരിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞാൽ അതൊരു തുടരില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള സ്ട്രെങ്ത് ഇല്ല, നോ പറയാനുള്ളൊരു സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നു. അതിനിപ്പോൾ ഫ്രണ്ടിൻ്റെ കാര്യമാണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ മൂന്നാമതൊരാൾ വരുന്നത്, അത് മക്കളാണെങ്കിൽ പോലും അച്ഛനമ്മമാരാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ ഒരു മനസമാധാനക്കേടിനും സ്വസ്ഥതയ്ക്കും കാരണം നിങ്ങൾ മാത്രമാണ് നോ പറയാൻ പഠിക്കാത്തത് കൊണ്ട്. അത് ആരോടായാലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ആവശ്യമില്ലാത്ത ഇൻ്റർഫിയർ ചെയ്യുന്നത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. 6 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഈ 6 ഓഫ് കപ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൻ്റെ പേർപ്പസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജി ആവാം ചില ആളുകൾ. അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ട്, കഴിഞ്ഞതും നഷ്ടപ്പെട്ടതും ആയിട്ടുള്ളൊരു കാലത്തെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾ വളരെയധികം ഫീൽ ചെയ്യുന്നൊരു സമയമാവാം. നിങ്ങളുടെ ഉള്ളിലൊരു അനാവശ്യ ഗിൽറ്റ് കാണുന്നുണ്ട്. നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തത് പറഞ്ഞത് ശരിയായില്ല എന്നുള്ളൊരു തോന്നലാവാം. അപ്പോൾ ഇതിനൊരു കാര്യം എന്ന് പറയുന്നത് മെമ്മറീസാണ്. അപ്പോൾ നിങ്ങളുടെ ഓർമ്മകളിൽ നിങ്ങൾ ചെയ്ത പഴയ കാലത്തെ ഒരു കാര്യമായിരിക്കും. കാരണം അപ്പോൾ നിങ്ങളുടെ ചില ആളുകളുടെ ഉള്ളിലൊരു ഹീലിംഗ് ആവശ്യമാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഗിൽറ്റ് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഗിൽറ്റ് നമ്മുടെ ഉള്ളിൽ, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഗിൽറ്റിൻ്റെ ഇത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളോട് തന്നെ ക്ഷമിക്കുക, മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളെന്തോ തെറ്റ് ചെയ്ത ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇനി അഥവാ തെറ്റ് ചെയ്തിട്ട് ഉണ്ട് എങ്കിൽ ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ആ ഫീലിംഗ് മറ്റുള്ളവർ ഉണ്ടാക്കുന്നതായിരിക്കും. കാരണം ചില ആളുകൾ നിങ്ങളെ വളരെ മുതലെടുക്കുന്നത് കൊണ്ടാവാം. നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. ഇനി അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ ഒന്ന് ക്ഷമിച്ചേക്കുക. ഇത്രയാണ് ഇവിടെ ചെയ്യേണ്ടത്. നിങ്ങളോട് ക്ഷമിക്കുക. അത് നിങ്ങളായിട്ട് തന്നെ നിങ്ങളോട് പറയുക, ഞാൻ എന്നോട് തന്നെ ക്ഷമിച്ചിരിക്കുന്നു, ഇനി ലൈഫിൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു, മുന്നോട്ടേക്ക് പോവാണെന്നുള്ള രീതിയിൽ. കാരണം ഇവിടെ നിങ്ങളെ ആരോഗ്യത്തെയാണ് ഇത് ബാധിക്കുന്നത്. ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒത്തിരി ഡിപ്രഷൻ, സ്ട്രെസ്സ്, ആങ്സൈറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. 2 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. വിവാഹം അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ അടുത്തിടയ്ക്ക് എന്തെങ്കിലും ബ്രേക്കപ്പോ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. വിവാഹം വരെ എത്തിയിട്ട് നടക്കാതെ പോയത്, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ടുള്ളവരാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജി ഉള്ള ആളുകൾ പുതിയൊരു വിവാഹത്തിലേക്ക് പോകുമ്പോൾ കുറച്ചൊക്കെ മനസ്സിന് നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്കാണ് പോകുന്നത്. ഒരു വർണ്ണപ്പകിട്ടുള്ള നല്ലൊരു ജീവിതം, ഒത്തിരി മഴയ്ക്ക് ശേഷമുള്ളൊരു മഴവില്ല് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഇതിനെ കാണാം. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. ഇതുവരെയുള്ള ജീവിതം അല്ല ഇനിയുള്ളത്, പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതമാണ് എന്നുള്ളൊരു ചിന്തയിൽ ലൈഫിൽ മുന്നോട്ടേക്ക് പോവാം. നിങ്ങളൊരു പുതിയ ഇതിലേക്ക് കടക്കുമ്പോൾ പോസിറ്റിവിറ്റിയോട് കൂടിയിട്ട് പോകാൻ ശ്രമിക്കുക. സംസാരിക്കാനുള്ളത് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. കൂടുതൽ അടുക്കുക, കൂടുതൽ സംസാരിക്കുക എന്നുള്ളതാണ്. അതെല്ലാം അതിന് ശേഷം എന്നുള്ളത് ചിന്തിക്കാതിരിക്കുക. കാരണം അതിന് മുമ്പ് നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവേണ്ട അനിവാര്യതയുണ്ട്. ഇവിടെ പ്രണയവും സന്തോഷമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. അതോടൊപ്പം തന്നെ 8 ഓഫ് കപ്സ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്ന കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞു പോകാതിരിക്കുക. ഇനി മുന്നോട്ടേക്കാണ്. പുതിയൊരു ജീവിതം, പുതിയ പ്രണയം, പുതിയ ലൈഫ് സ്റ്റൈലും. പഴയ ജീവിതം എന്ന് പറയുമ്പോൾ പണ്ട് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആളുകളും അവരെയും ജീവിതത്തിൽ നിന്ന് ഒഴുക്കി കളയുക. ഇനി അവർ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ല. കാരണം ചില ഓർമ്മകളായിട്ട് ഇടയ്ക്ക് വരാം, പക്ഷെ അത് വെറും ഒരു ഓർമ്മ മാത്രമായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വെറും ഒരു ഓർമ്മ എന്ന് പറയാൻ കാര്യം അത് ആലോചിച്ചിരുന്ന് ഗിൽറ്റിലേക്ക് പോകാതിരിക്കുക. കാരണം ഇവിടെ നിങ്ങളുടെ എനർജി 6 ഓഫ് കപ്സ്, 8 ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ പോകേണ്ടത് 2 ഓഫ് കപ്സ് എനർജി കണക്ഷൻസിലേക്കാണ്. അപ്പോൾ 8 ഓഫ് കപ്സ് എനർജി നിങ്ങൾ കളയാനുള്ളത് കളഞ്ഞ് 2 ഓഫ് കപ്സിൽ എനർജിയിലേക്ക് പോവുക. അതായത് പോസിറ്റിവിറ്റി, ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് വരികയാണ്. അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഡെവിൾ എനർജിയാണ്. ജോലി സംബന്ധമായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്ട്രെസ് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ വർക്ക് അറ്റ്മോസ്ഫിയർ നല്ല നിങ്ങൾ സ്ട്രെസ്സ് തരുന്ന മാനേജറായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഭയങ്കര ടോക്സിക് ആയിരിക്കും. ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഇടയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. പുതിയ ജോലിക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രമിക്കാം. പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്താലേ കിട്ടൂ. അപ്പോൾ അത് നോക്കിയിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അതിനുവേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുക. പുതിയ ജോലിക്കുള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾ പുറത്ത് കിടക്കുക. കാരണം ഇവിടുത്തെ ഒരു എനർജി ഒരു
മാസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ ഉള്ള നെഗറ്റീവ് എനർജീസിന് പുറത്ത് കിടക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി അവസരം ഈ ഒരു മാസത്തിൽ ലഭിക്കുന്നുണ്ട്, ജോലിയിലായാലും പേഴ്സണൽ ലൈഫിലായാലും. അപ്പോൾ ഈ രണ്ട് കാര്യത്തിലും നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് കടക്കുക, എന്നിട്ട് ജീവിതത്തിനൊരു പുതിയ അടിത്തറ ഉണ്ടാക്കുക. കാരണം നോ പറയാതിരിക്കുന്നതോ പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ എടുക്കാത്തതോ നിങ്ങളുടെ തെറ്റാണ്. അതിന് ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അതിനുവേണ്ടി സ്റ്റെപ്പ് എടുത്ത് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോയാൽ ഈ മാസം അവസാനിക്കുമ്പോൾ നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് ചുവട് വയ്ക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.